ഈ വർഷക്കാലത്തും ധാരാളം പൂക്കളൊക്കെ തന്ന് നമ്മളെ സന്തോഷിപ്പിച്ച ഈ ചെടികൾക്ക് ഒരു അംഗീകാരം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. A&P ഓൺ ദ വേ നിങ്ങളെല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് അക്യുമിനസ് എന്ന പൂവാണ്, ചെടിയാണ്. ഇവിടെ 2 കളറിലുള്ള അക്യുമിനസ് ആണുള്ളത്. ഒന്ന് ഈ കാണുന്നത്, പിന്നെ ഇവിടെ നമുക്കൊരു ഈ കാണുന്നത്, പിന്നെ 2 കളറിലുള്ള അക്യുമിനസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ആമസോൺ ബ്ലൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂ, എങ്കിലും ഈ ചെടിയിൽ നിന്ന് ഒരുപാട് പൂക്കൾ ലഭിച്ചു. ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുക. കാണാൻ വളരെ സുന്ദരിയായിട്ടുള്ള പൂ. ഇതിന് പിന്നെ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. ഇത് ബാൽസമാണ്. ഇതിന്റെ 2 കളർ ഇവിടെ ഉണ്ട്. ഇതാണ് 2ാമത്തെ കളർ. ഈ കാണുന്ന പെൻഡാസുകൾ കുറെ പൂവുണ്ടായി ആകെ തളർന്നിരിക്കുക. ഇനി ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ. ഈ വൈറ്റും അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. എന്നും വർഷമോ വേനലൊന്നും ഇല്ലാതെ എപ്പോഴും പൂവുണ്ടാവുന്ന മറ്റൊരു ചെടിയാണ് കേട്ടോ ഈ ഗോൾഡൻ കാസ്കേഡ്. ഇതിന്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. നിറയെ പൂക്കൾ തന്ന ഒരു ചെടിയാണ് കേട്ടോ അത്, കാക്കപ്പൂവ്. ഇത് 2-3 സ്ഥലത്തായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, പല കളർ. ഈ റെഡ് ജെയ്ഡ് വൈനെ പറ്റി ഞാൻ വിശദമായി വലിയ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ട് ഏതാണ്ട് 1.5-1.25 വർഷമായിട്ടുള്ളൂ. പെട്ടെന്ന് ഇത് വളർന്നു. ഈ വർഷമാണ് ആദ്യമായിട്ട് പൂത്തത്. ഇത് 2-3 പ്രാവശ്യം ഇപ്പോൾ പൂക്കളുണ്ടായി കൊഴിഞ്ഞു. ഇനിയില്ലാന്ന് തോന്നി ഈ വർഷത്തേക്ക്. എന്തായാലും വർഷകാലത്ത് നിറയെ പൂക്കൾ തന്ന ഒരു ചെടിയാണ്. 10 മണിയൊക്കെ മഴ കാരണം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചേക്കാണ്, ക്രോപ്പ് ചെയ്ത്. ഇത് ഇങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ടീമാണ്. റോസ് 2-3 കട ഇവിടെ ഉണ്ട്. അതിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിപ്പുണ്ട്. ഈ പെരഗ്രീനയിൽ നമുക്ക് ഒരുപാട് പൂക്കൾ തന്നു കേട്ടോ ഈ വർഷം. വിങ്കകൾ നമുക്കറിയാം മഴയത്ത് ഭയങ്കരമായിട്ട് തളർന്നു. ഇനി ക്രോപ്പൊക്കെ ചെയ്ത് നിർത്തണം, എങ്കിൽ പൂവ് ഇപ്പോഴും വന്നു. ദേശവർദ്ധനി നമുക്ക് ഈ വർഷം കുറെ പൂവ് തന്നു. ഇത് ഹെലിക്കോണിയ. ഈ ബ്ലീഡി ഹാർട്ട് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പൂക്കൾ തന്നിട്ടുണ്ട്. ബിഗോണിയയുടെ ഇല മാത്രമല്ല കേട്ടോ, പൂക്കളും ഭംഗിയുള്ളതാണ്. വൃത്തി എങ്ങനെയുണ്ട്? ഓക്സാലിസ് ഇലയ്ക്കുള്ള ഭംഗി പോലെ തന്നെ അതിന്റെ പൂക്കൾക്കും നല്ല ഭംഗി. മടുപ്പുള്ള മഴക്കാലത്ത് മനസ്സിന് കുളിര് തന്ന ഒരു ചെടിയാണത്, റെഡ് ബട്ടർ ജിഞ്ചർ. പണ്ട് തുടങ്ങി വീടുകളിൽ സ്ഥാനമുള്ള നമ്മുടെ മുല്ലയാണ്. ആൾഡർ പറയുന്ന ടർണേരയാണിത്. ഗ്രൗണ്ട് ഓർക്കിഡ് ഒരുപാട് പൂത്തിരുന്നു കേട്ടോ. തീർന്നു പൂക്കളൊക്കെ. ഈ യെസ്റ്റർഡേ ടുഡേ ടുമാറോ കുറേ പൂക്കൾ തന്നു. കൊണ്ടുവന്ന കേട്ടോ കൊങ്ങണി പൂവാ. പക്ഷെ ഇവിടെ കണ്ടോ എന്തുമാത്രം പൂവാന്ന് നോക്കി. അകത്തുണ്ടായതിൻ്റെയൊക്കെ പൂവൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്രോപ്പ് ചെയ്ത് നിർത്തിയേക്കാം. എത്ര വലിയ മഴക്കാലത്തും
ധാരാളം പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിച്ചതാണ് കേട്ടോ ഈ ചൈനീസ് ബാൽസം. സുസാന്ത പൂവെന്ന് പറയാൻ പറ്റില്ല, ഇലയാണെങ്കിലും വളരെ സുന്ദരമായി ഇലകൾ, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു മഞ്ഞപ്പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് പൂച്ചവാലൻ്റെ ഒരു മിനിയേച്ചർ ഇനോട്ടോ. ഇഷയം നിറച്ച് പൂവ് വന്നത്. ആന്തൂറിയം ഒരുപാട് പൂവ് തവണ നമുക്ക് കിട്ടി. ടീമാണ് മെഡിനില്ല. ഈ പൂവിൻ്റെ പേരെനിക്കറിയില്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടു ഒരു ഓർക്കിഡിൻ്റെ ലുക്ക്. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.